വായിച്ചു. എൻ്റെ പേര് റെയ്ജു അരീക്കര എന്നാണ്. ഞാൻ കുവൈറ്റ് സെൻറ്റ് പീറ്റേഴ്സ് കാനായപ്പള്ളി എന്നുള്ള അസോസിയേഷൻ മെമ്പറാണ്. ഞങ്ങളിത് വളരെ ഗൗരവമായിട്ട് നിങ്ങളിത് എടുക്കണം. നിങ്ങൾ പല പ്രാവശ്യം ചർച്ച ചെയ്തെങ്കിലും പ്ലീസ്. മലങ്കര സുറിയാനി ഗ്രാനായ അസോസിയേഷൻ മുമ്പാകെ GCC എന്നുള്ള ഷാർജ, അബുദാബി, ദുബായ്, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ, ഖത്തർ എന്നീ ദേവാലയങ്ങളിലെ 22 ഇലക്റ്റഡ് അസോസിയേഷൻ അംഗങ്ങൾ 27/4/2025 കൂടിയ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന പ്രമേയം അവതാരകൻ റെയ്ജു അരീക്കര തോമസ്, സെൻറ്റ് പീറ്റേഴ്സ് ഗ്രാനായ ചർച്ച് കുവൈറ്റ്. അനുവാദകൻ കുരുവള P. സക്കറിയ, സെൻറ്റ് പീറ്റേഴ്സ് ഗ്രാനായ ചർച്ച് ദോഹ. കഴിഞ്ഞ അസോസിയേഷൻ മീറ്റിങ്ങിൽ വിദേശ രാജ്യങ്ങളിലുള്ള ജ്ഞാനായ പള്ളികളിലെ മെമ്പർഷിപ്പിനെ പറ്റി നടന്ന ചർച്ചയിൽ ജോലി ചെയ്യുന്നതിനും ബിസിനസ് നടത്തുന്നതിനുമായി മാതൃ ഇടവകയിൽ നിന്നും മാറി വിദേശ രാജ്യങ്ങളിൽ 1 വർഷത്തിലധികമായി സ്ഥിരമായി താമസിച്ചു വരുന്ന ജ്ഞാനായക്കാർ ആ സ്ഥലത്ത് ജ്ഞാനായ സമുദായത്തിന് ദേവാലയമുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും അംഗത്വം എടുക്കേണ്ടതും അവരുടെ ശവസംസ്കാരം ഒഴികെയുള്ള ആത്മീയ ആവശ്യങ്ങൾ നാട്ടിലുള്ള ഏതെങ്കിലും ജ്ഞാനായ ദേവാലയത്തിൽ നടത്തപ്പെടണമെങ്കിൽ അവർ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ജ്ഞാനായ ദേവാലയത്തിലെ വികാരിയും കൈക്കാരന്മാരും നൽകുന്ന സാക്ഷ്യപ്പെടുത്തിയ NOC നമ്പർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് നിർബന്ധമാക്കണമെന്ന് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ജ്ഞാനായ കമ്മിറ്റി തീരുമാനങ്ങൾ ബഹുമാനയുടെ സെക്രട്ടറി ഓൺലൈനിലൂടെ അറിയിച്ചപ്പോൾ 1 വർഷം എന്നതിന് പകരം 5 വർഷം എന്നാണ് തീരുമാനമെടുത്തത്. അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. 1 വർഷത്തിനുള്ളിൽ എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുവാൻ കാരണം ഗൾഫ് നാടുകളിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ സെറ്റിലാകുവാൻ 1 വർഷം തന്നെ ധാരാളമാണ്. ഇപ്രകാരം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിലൂടെ ഗൾഫ് രാജ്യങ്ങളിലെ പള്ളികൾക്ക് അടുത്ത മെമ്പേഴ്സിന് ലഭിക്കുന്ന പ്രയോജനങ്ങൾ വളരെ വലുതാണ്. ക്രിസ്മസ്, പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ പ്രധാന ദിവസങ്ങളിൽ ദേവാലയങ്ങൾ തിങ്ങി നിറഞ്ഞ വിശ്വാസികളാണ്. എന്നാൽ സാധാ ഞായറാഴ്ചകൾ സഭയുടെ ആരാധനകളിൽ സംബന്ധിക്കുകയും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം നന്നേ കുറവാണ്. നാട്ടിൽ നിന്ന് മാറി നിന്നാൽ ദേവാലയവും സമുദായ കൂട്ടായ്മയിലും കൂടി വരാൻ ഈ തീരുമാനം മുഖാന്തരമായി തീരും. ഗൾഫ് മേഖലയിലുള്ള പള്ളികളിൽ കൂടുതൽ അംഗങ്ങൾ ചേർക്കുവാനും അതിലൂടെ പള്ളികളുടെ നടത്തിപ്പിനാവശ്യമായ വരുമാനം കണ്ടെത്തുവാനും നിലവിലുള്ള പള്ളികൾ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനും സാധിക്കും. ഇപ്പോൾ സ്വന്തമായി പള്ളിയുള്ളത് ഖത്തർ എന്ന രാജ്യത്ത് മാത്രമാണ്. മറ്റുള്ളതെല്ലാം വാടകയ്ക്കെടുത്താണ് നടത്തുന്നത്. സാമ്പത്തിക നില മെച്ചപ്പെട്ടാൽ സാധിക്കുന്ന രാജ്യങ്ങളിൽ സ്വന്തമായി പള്ളിയും അനുബന്ധ കാര്യങ്ങളും സ്ഥാപിക്കാം. ഒരിക്കൽ പോലും പള്ളികളിൽ വരികയോ പള്ളിക്കാര്യങ്ങൾ സഹകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളെപ്പറ്റി നാട്ടിൽ നിന്നും വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടും അന്വേഷണങ്ങൾ വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തമായ വിശദീകരണങ്ങൾ നൽകുവാനും സാധിക്കും. കാലാകാലങ്ങളിൽ വികാരിമാരായി വരുന്ന വൈദികർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഒരുക്കുവാനും സാധിക്കും. ആയതിനാൽ ഇപ്രകാരം ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നും ഈ നിർദ്ദേശം എല്ലാ ഇടവക വികാരിമാരും വീഴ്ച കൂടാതെ നടപ്പിൽ വരുത്തുന്നതിനായി അഭിമന്യ സമുദായ മെത്രാപ്പോലീത്തയുടെ കൽപ്പനയാൽ നിർബന്ധമാക്കണമെന്നും അപേക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ഈ ചർച്ചയിലെല്ലാം ഇത് വന്നതാണ്. ഇപ്പം ഇത് കൊണ്ട് ഇത് പാസ്സാക്കിയേക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഇത് ഒന്ന് വന്നാ ഇനി ഒരു പ്രമേയം